മനുഷ്യർക്കൊപ്പം എന്നാണല്ലോ നമ്മുടെ പ്രമേയം. നിങ്ങളുടെ എല്ലാം മനസ്സ് എങ്ങനെയാണോ അതിനൊപ്പമാണല്ലോ ഈ സമയത്ത് പ്രസംഗം ചുരുക്കി സഹകരിക്കേണ്ടത്. അതുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കുന്നില്ല. നമ്മളിവിടെ നാട്ടുകാരാണല്ലോ. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 4 മുതൽ 7 ദിവസം നമുക്ക് നമ്മുടെ സാധാരണ വർഷത്തിൽ നടക്കുന്ന സപ്തദിന പ്രഭാഷണമുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി അപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫ തങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാമുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഉഖ്രിജത്തിൽ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ, ഈ ഉമ്മത്തിനെ ഖൈറുന്നാസാക്കിയിരിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും ഉത്തമരാക്കി നിങ്ങളെ ഖൈറൽ ലിന്നാസ്, ഖൈറന്നാസി ലിന്നാസ് വൽ മഅന അന്നഹും ഖൈറുൽ ഉമമി വ അൻഫഉന്നാസി ലിന്നാസ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, അല്ലാഹു തആല ഈ ഉമ്മത്തിനെ സമുദായങ്ങളിൽ ഖൈറാക്കി. വ അൻഫഉന്നാസി ലിന്നാസ്, മനുഷ്യർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന മനുഷ്യരാക്കി. ഈ ഉപകാരം ചെയ്യുക എന്നത്, ഈ ഉത്തമ സമുദായം എന്നത്, ആ മഹത്വം എന്തുകൊണ്ട് ലഭിച്ചു എന്നാണ് അടുത്ത വാചകത്തിൽ അല്ലാഹു പറയുന്നത്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾക്ക് വളരെ പവിത്രമായ ഒരു സ്വഭാവമുണ്ട് ഈ ഉമ്മത്തിന്. അതെന്താണ്? നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും. അതേപോലെ വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങൾ വിരോധിക്കും. വതുമിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കും. നമ്മുടെ ഈ കേരള യാത്ര മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാഹ് തുടക്കം മുതലേ എല്ലാ സ്ഥലങ്ങളിലും അവിടുന്ന് സംസാരിച്ചു. അള്ളാഹു തൗഫീഖ് ചെയ്ത് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് വരെയും അതിനുശേഷം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളന പരിപാടികളൊക്കെ നടത്തി പിന്നെയും ഒരുപാട് കാലം മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഹിമ്മത്തോടുകൂടി അവിടുത്തേക്കും നമുക്കും അള്ളാഹു ദീർഘ ആയുസ്സും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ അൻഫഉഹും ലി അയാലിഹി, അള്ളാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് സർവ്വ സൃഷ്ടികളും. അൽ ഖൽഖു ഇയാലുല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അൻഫഉഹും ലി അയാലിഹി, അവൻ്റെ ആശ്രിതരായ സൃഷ്ടികൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവർ, ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ. ഇങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമൻ. ജനങ്ങൾക്ക്, മനുഷ്യർക്ക് നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക്, നിന്റെ സ്വന്തത്തിൽ നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം, മറ്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. തകുൻ മുസ്ലിമൻ, അപ്പോൾ നിനക്കൊരു മുസ്ലിമാകാം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം, എന്തല്ല ഇസ്ലാം എന്ന് ലോകത്തിന് മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കേണ്ടവർ അവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരത്തിലുള്ള വിശാലമായ ആശയങ്ങൾ, അതിന് എല്ലാ നല്ല മനുഷ്യരുടെയും സപ്പോർട്ട് ലഭിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നേരത്തെ അനുഭവിച്ചിട്ടുള്ളതും. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 2 കേരള യാത്രകളിലും മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾക്ക് കിട്ടിയ
സമൂഹത്തിൻ്റെ പിന്തുണ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ കണ്ണൂരിലും കാസർഗോഡും സ്വീകരണങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും മനസ്സിലിങ്ങനെ തോന്നി, കണ്ണൂരിലാകെ ഒരു സ്ഥലത്ത്, കാസർഗോഡിൽ ഒരു സ്ഥലം, ഒരു സംഘം നിങ്ങളിൽ പ്രവർത്തന രംഗത്തുണ്ടാകണം. കേരള മുസ്ലിം ജമാഅത്ത് അങ്ങനെയുള്ളൊരു സംഘമാണ്. അതേപോലെ SYS അങ്ങനെയുള്ളൊരു സംഘമാണ്. SSF അങ്ങനെയുള്ളൊരു സംഘമാണ്. ഞങ്ങളൊക്കെ SSFിലൂടെ വളർന്നു വന്ന പ്രവർത്തകരാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആദ്യകാലം മുതലേ മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ പോലുള്ള പണ്ഡിതന്മാർ, താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും അവേലത്ത് തങ്ങളും ഫض്ലു തങ്ങളും അങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട നേതാക്കളെല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഈ ഒരാശയമാണ്. ഇന്നും അതുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംഘടന. ഈ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ, ഞാനൊരു ചെറിയ സൂചന പറയാൻ, നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നോ? ഏതെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നോ? നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയോ അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വരുന്നു. അവരിൽ പലരുടെയും അവസ്ഥ എന്താണ്? അവരിൽ പലരും മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർക്ക് നിസ്കാരം അറിയില്ല, അവർക്ക് വുദു അറിയില്ല. എന്തുകൊണ്ട്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം ഇവിടെ പ്രവർത്തിച്ചതിൻ്റെ ഫലം നമ്മൾ അവരെ നോക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അവിടെ ഇങ്ങനെയുള്ളൊരു കൂട്ടായ പ്രവർത്തനം സജീവമായി ഉണ്ടായില്ല. അതിൻ്റെ ഭവിഷ്യത്ത് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന റഹ്മത്തുള്ള, സദഖത്തുള്ള എന്നൊക്കെ പേരുള്ള ആളുകളുടെ ജീവിത രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നല്ല കാര്യം കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ള മുഴുവൻ കക്ഷികളുടെയും തെറ്റിദ്ധാരണകൾ അകറ്റുന്ന വിധത്തിൽ, ഇത്തഖൂം അവാദിയത്തുഹം, തെറ്റിദ്ധാരണകൾ അകറ്റുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കണം. അതേപോലെ മുസ്ലിം സമുദായം, അവർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാത്ത വിധം നമ്മളുടെ പ്രവർത്തനം നടത്തണം. ശൈഖുന ഉസ്താദ് അവറുകൾ ഇവിടെ നേരത്തെ ശൈഖ് അരിയുൽ കൂഫി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അവിടുന്ന് വെള്ളപ്പാണ്ട് രോഗം അവിടുന്ന് ഇടപെടുമ്പോൾ, ചിലപ്പോൾ കൈവച്ച് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം മന്ത്രിച്ചു കൊടുക്കുമ്പോൾ സുഖപ്പെടുന്നു എന്ന് പറഞ്ഞു. ഔലിയാക്കൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നത് ധാരാളം ഹദീസുകളിൽ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇൽമു പഠിക്കാൻ തുനിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ്റെ നീണ്ട ഒരു സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതിൽ കാണാം, ആ ചെറുപ്പക്കാരൻ മുഖേന എത്രയോ വെള്ളപ്പാണ്ട് രോഗം മാറുന്നു, എത്രയോ കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച ഉണ്ടാകും. എന്നാൽ പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി ഖുർആൻ പറയുന്നത് കാണാം, അന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി വയകൂനു ത്വയ്റൻ ബിഇذനില്ലാഹ് വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇذനില്ലാഹ്. അല്ലാഹുവിൻ്റെ ഉത്തരവോടുകൂടി, അല്ലാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തുന്നു. ഞാൻ സുഖപ്പെടുത്തും എന്നാണ് മഹാനവർകൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ഞാൻ സുഖപ്പെടുത്തും, ഞാൻ അന്ധത സുഖപ്പെടുത്തും. അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം ഞാൻ മരിച്ചവരെ ഹയാത്താക്കി തരും. ഈ മാസം നേരത്തെ ഉസ്താദ് അവറുകളോട് ഞാൻ ഓർമ്മിപ്പിച്ചു, മഹാനായ മർഹൂം കിഗന ഉസ്താദിനെ അനുസ്മരിക്കുന്ന മാസമാണ്. ഉസ്താദ് അവറുകൾ ദുആ ചെയ്തു, അല്ലാഹു തആല ശൈഖുൽ മശായിഖിന കിഗന ഉസ്താദ് അവറുകളുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മാസം സുഹൃത്തുക്കളെ, നാം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ എത്ര കറാമത്തുകൾ ഉണ്ടായി. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ 4 ഭാഗത്തും ഇരുന്ന് ശിഷ്യന്മാർ പരിശുദ്ധ ഖുർആൻ ഓതി എന്നല്ലേ ചരിത്രം. അതേപോലെ ഇമാം ശാഫിഈ തങ്ങളോട് ഇമാം സഅഫറാനി റളിയല്ലാഹു അൻഹു ചോദിച്ചു,
മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. അവിടുന്ന് അതിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകി. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമിങ്ങളും അങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ മനുഷ്യർക്കൊപ്പമാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കൊപ്പം മാത്രം പോരാ, മരിച്ചുപോയ മനുഷ്യർക്കും ഒപ്പമാകണം. അങ്ങനെ വരുമ്പോൾ മരിച്ച മനുഷ്യർക്ക് വേണ്ടി ഖുർആൻ ഓതുന്നവരാകണം, മരിച്ച മനുഷ്യർക്ക് വേണ്ടി തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നവരാകണം, മരിച്ചുപോയ മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഖബറിങ്കൽ ചെന്ന് അവർക്കും നമുക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാകണം. അവരെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ആദരപൂർവം അതേ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ ദിക്ർ ചൊല്ലിയിട്ട് മയ്യിത്ത് കൊണ്ടുപോകണം. ഇദാ ഹദർതുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറാ. മയ്യിത്തിന്റെ സമീപത്തെത്തിയാൽ, അതേപോലെ മരണം ആസന്നമായ രോഗിയുടെ സമീപത്തെത്തിയാൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ ഖൈറായത് ചൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ്, മരിച്ചുപോയ മനുഷ്യർക്കും ഒപ്പമാണ്. അവിടുന്ന് ജീവിതകാലത്തങ്ങനെയാണ്, അഥവാ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാലത്തങ്ങനെയാണ്. അവിടുന്ന് ഖബറിൽ ജീവിക്കുന്ന ഈ സമയത്തും അങ്ങനെ തന്നെയാണ്. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഞാൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം, ആ ജീവിത സമയം നിങ്ങൾക്ക് ഖൈറാൻ. വമമാതി ഖൈറുൽ ലക്കും. ഞാനിവിടെ വഫാത്തായി കഴിഞ്ഞാൽ ആ സമയവും നിങ്ങൾക്ക് ഖൈറാൻ. കാരണം തുഅറദു അലയ്യ അഅമാലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് നിങ്ങളെ പ്രവർത്തനങ്ങൾ മുഴുവനും നേതാവായ എനിക്ക് ഖബറിൽ കാണിക്കപ്പെടും. ഞാൻ മുഴുവൻ അനുയായികളുടെയും പ്രവർത്തനങ്ങൾ കാണുന്നവരായിരിക്കും എന്ന് മാത്രമല്ല, ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ്, വല്ല നന്മയും നിങ്ങൾ ചെയ്തത് കാണുമ്പോൾ ഞാൻ അല്ലാഹുവിന് അൽഹംദുലില്ലാ പറയും. വഇദാ വജദ്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾ വല്ല തെറ്റുകളും ചെയ്തത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ പഴിക്കുകയല്ല, നിങ്ങളെ ശപിക്കുകയല്ല, ഞാൻ നിങ്ങളുടെ പാപം പൊറുക്കാൻ എൻ്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കും. എന്തൊരു നേതാവാണ്! വഫാത്തിന് ശേഷവും മനുഷ്യർക്കൊപ്പമാണ്, എന്നും മനുഷ്യർക്കൊപ്പമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിൽ, ഇമാം നവവി അടക്കമുള്ള മുഴുവൻ ഇമാമിങ്ങളും രേഖപ്പെടുത്തിയത്, പാപങ്ങൾ ചെയ്തു പോയവൻ, അങ്ങനെ പാപം ചെയ്തു പോയാൽ ഖുർആൻ പഠിപ്പിച്ചു, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്, ഓ നബിയെ തങ്ങളെ സമീപിക്കട്ടെ. അള്ളാഹുവിനോട് ചെയ്തു പോയ തെറ്റ് അത് പൊറുക്കാൻ നബിതങ്ങളെ സമീപിക്കണം എന്ന് ഖുർആൻ. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ? കാരണം എന്താണ്? ജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, സൃഷ്ടികളുടെയും സട്ടാവിൻ്റെയും ഇടയിൽ അള്ളാഹു വെച്ച മധ്യവർത്തിയാണത്. ആ ഹബീബ് നബിതങ്ങളെ സമീപത്ത് ചെന്ന് ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. മാത്രം പോരാ, സമീപിക്കണം എന്ന് പറഞ്ഞാൽ, നീ ഒരു ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡോക്ടറെ സമീപിച്ച് നിന്റെ രോഗം പറയണം എന്നല്ലേ? അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തി വെച്ചു. അതേ വസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവരുടെ പാപം പൊറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടണം. നബി തങ്ങളോട് എന്തിനാവശ്യപ്പെടുന്നത്? അള്ളാഹു പാപം പുറത്തു കൊടുക്കാൻ ആവശ്യപ്പെടാനാണ്, അതിന് റെക്കമെൻഡ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അത് തന്നെയല്ലേ ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസീൻ വഅദദ് എന്ന ആ പദ്യം പഠിപ്പിക്കുന്നത്. ഇത് ഖുർആൻ പഠിപ്പിച്ചൊരാശയമല്ലേ സുഹൃത്തുക്കളെ? വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വ്യക്തിയുടെ പാപം പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്താൽ, റെക്കമെൻഡ് ചെയ്യുകയുമായാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു തആല തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമായി അവർക്ക് എത്തിക്കാൻ കഴിയും. ഖുർആൻ ഇങ്ങനെ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ആശയം, ഈ ആശയം മുറുകെ പിടിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആദരിക്കപ്പെടേണ്ടവർക്ക് അവർക്ക് അനുയോജ്യമായ ആദരവ് നൽകണം, ആദരിക്കപ്പെടേണ്ട സ്ഥലങ്ങൾക്ക് ആദരവ് നൽകണം.
അങ്ങനെ ആദരിക്കപ്പെടേണ്ടതിനെല്ലാം ആദരിക്കപ്പെടണം. അതവന് ഖൈറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ, അവിടങ്ങൾ സന്ദർശിക്കണം, അവിടെ ചെന്ന് ഖുർആൻ ഓതണം, അവിടെ നിന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണം, അവരെ ഇടയാളന്മാരാക്കണം, അവരെ കൊണ്ട് ബർക്കത്തെടുക്കണം. ഇതെല്ലാം എല്ലാ മഹാന്മാരും പഠിപ്പിച്ചു. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വളരെ ദൂരെ നിന്ന് എത്രയോ ദിവസങ്ങൾ യാത്ര ചെയ്ത് മദീനയിലെത്തി. തിരിച്ചു പോകുമ്പോൾ ആ യാത്രയൊന്ന് എളുപ്പം കിട്ടാൻ വേണ്ടി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് എന്ന് അവിടുന്ന് ദുആ ചെയ്തു. അങ്ങനെ അല്ലാഹുവിനോട് ലിതഖരീബി ത്വരീഖിഹി, വഴി എളുപ്പമാക്കി കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. അതിനാൽ ഇങ്ങോട്ട് വന്നതിനേക്കാൾ എത്രയോ ചുരുങ്ങിയ ദിവസം കൊണ്ട് മഹാനവറുകൾ തിരിച്ചെത്തിയെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ സഹാബത്തിന്റെ ജീവിതം അങ്ങനെയല്ലേ? അയിമ്മത്തിന്റെ ജീവിതം അങ്ങനെയല്ലേ? യാ സയ്യിദസ് സാദാതി ജീതുക ഖാസിദാ അർജൂ റിളാക വഹ്തമി ബിഹിമാക. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ സഹാബികളെ കാണാൻ ഭാഗ്യം ലഭിച്ച ഇമാമായ ഇമാമുൽ അഅ്ലം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പച്ചയായി ഇസ്തിഗാസ ചെയ്തില്ലേ? യാ സയ്യിദസ് സാദാതി ജീതുക ഖാസിദാ, നേതാക്കളുടെ നേതാവായ നബിയെ, അങ്ങയെ കരുതിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നേതാക്കൾ എന്ന് പറഞ്ഞാൽ അനുയായികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നവരാണല്ലോ. അങ്ങയെ കരുതിയിട്ടാണ് വന്നത്. അർജൂ റിളാക വഅഹ്തമി ബിഹിമാക, അങ്ങയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത്. ഓ നബിയേ, അങ്ങയുടെ കാവൽ കൊണ്ട് കാവൽ അതാക്കുന്നവനായിട്ടാണ് വന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തില്ലേ? സഹാബത്ത് ഇസ്തിഗാസ ചെയ്തില്ലേ? സുഹൃത്തുക്കളെ, ഞാനതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുകയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൈവശം ഒരന്ധവിശ്വാസവുമില്ല, അതേ ഒരക്രമവാസനയുമില്ല, അതേ ഒരനീതിയുമില്ല, ഒരഴിമതിയുമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഖുർആൻ എന്താണോ പഠിപ്പിക്കുന്നത്, ഹദീസുകൾ എന്താണോ പഠിപ്പിക്കുന്നത്, അത് നന്നായി ഗ്രഹിച്ച സഹാബത്ത് അവരെന്താണോ പഠിപ്പിച്ചത്, അവരിൽ നിന്ന് പഠിച്ച അയിമ്മത്ത് എന്താണോ നടപ്പാക്കിയത്, അത് സ്വീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അവിടെയാണ് മഹാനായ മർഹൂം കീന ഉസ്താദ് ഉള്ളത്. അവിടെയാണ് അവിടുത്തെ ഉസ്താദായ ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഉള്ളത്. അവിടെയാണ് ആ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ഉസ്താദായ കുഞ്ഞഹമ്മദ് ഹാജി നവറല്ലാഹു മർഖദഹും അവരുള്ളത്. ആ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന മഹാൻ ഓതിപ്പടിച്ച ഒരു പണ്ഡിതനാണ്. ഇന്നും നിങ്ങൾ തിരൂരങ്ങാടിയിൽ ചെന്നാൽ ആ തിരൂരങ്ങാടി നടുവിലെ പള്ളി, അതിലേക്ക് ഗേറ്റ് അങ്ങ് കയറുമ്പോൾ ഇടതുഭാഗത്തൊരു ഖബറ്, അതിൻ്റെ മേലെ മുദരിസു മക്ക എന്നെഴുതി വെച്ചത് കാണാം. ആ മുദരിസു മക്ക എന്ന് പറയുന്ന ആൾ ആരാണ്? അബ്ദുൽ ഹമീദ് ഷിർവാനി തങ്ങളുടെ ശിഷ്യനാണ്. നമ്മുടെ ഫതഹുൽ മുഈൻ ഹാസി എഴുതിയ ഇമാം സയ്യിദ് ബക്കരി തങ്ങളുടെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവർ ഈ നാദാപുരത്ത് വന്ന് കിതാബ് ഓതി പഠിച്ചവരാണ്. മേനക്കോത്ത ഒറ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്റെ അടുക്കൽ വെച്ച് കിതാബ് ഓതി പഠിച്ചവരാണ്. ഇവിടെ നിന്ന് ഓതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ ഉസ്താദിന്റെ അടുക്കൽ ഫത്വ കൊടുക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ ഫത്വ എഴുതി കൊടുക്കാൻ വേണ്ടി ശിഷ്യനായ കോടഞ്ചേരി അഹ്മദ് മുസ്ലിയാരെ ഏൽപ്പിച്ചു. വളരെ കൃത്യമായി നല്ല കയ്യക്ഷരത്തിൽ എഴുതി കൊടുത്തു. ആ സന്തോഷത്തിൽ വന്നവർ 50 രൂപ അതേ പാരിതോഷികമായി കൊടുത്തു. ആ 50 രൂപയെടുത്ത് ഉസ്താദേ ഞാൻ ഹജ്ജിന് പോകട്ടെ എന്ന് സമ്മതം ചോദിച്ചു. വേഗം ഒരു മോട്ടോർ ബൈക്ക് വാങ്ങട്ടെ എന്നല്ല ചിന്തിച്ചത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഹജ്ജിന് പോകാൻ വേണ്ടി മഹാനവറുകൾ തീരുമാനിച്ചു. ഉമ്മയോട് സമ്മതം വാങ്ങി. ഉമ്മയോട് വലിയ കടപ്പാടുണ്ട്. കാരണം കുട്ടിക്കാലത്ത് ഒന്നും തലയിൽ കയറാത്ത ഒരാളായിരുന്നു. ഒരു ദിവസം ഉമ്മ മെല്ലെ കൂട്ടിക്കൊണ്ടുപോയി ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്ക പോയി, എൻ്റെ ഈ മകന് ഒന്നും മനസ്സിലാകുന്നില്ല ഉസ്താദേ എന്ന് പറയുമ്പോൾ
മഹാനവർകൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഒരു പിടി ഭക്ഷണം വാരിയിട്ട് വായിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യത്തിൽ പരിഭവിക്കണ്ട, ഇവൻ മഹാപണ്ഡിതനാകും. അതാണ് സുഹൃത്തുക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികളായ സാലിഹീങ്ങളായ നമ്മുടെ മുൻഗാമികൾ. ആ മുൻഗാമികളെ പിന്തുടർന്ന് ആ ഉമർ ഖാദിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദ ശരീഫിന്റെ അടുക്കൽ പോയിട്ട് ദീർഘമായ സമയം ഇസ്തിഗാസ ചെയ്ത് പദ്യം ചൊല്ലിയത്. ആ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ കുഞ്ഞഹമ്മദ് ഹാജി അവറുകളുണ്ടായത്. ഇതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 23 വർഷത്തോളം പ്രസിഡന്റായി തുടർന്ന ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറുല്ലാഹു മർഖദുഹു പാനായിക്കുളം ഉസ്താദ് അവറുകൾക്ക്, പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ അവറുകൾ പ്രസിഡന്റായിരുന്ന കാലത്ത് വൈസ് പ്രസിഡന്റായി സേവനം ചെയ്യുമ്പോൾ ഉസ്താദ് അവറുകളുടെ രോഗമായ സമയത്ത്, അവിടുന്ന് വിഷമിക്കുന്ന സമയത്ത് എല്ലാ നേതൃത്വവും നൽകി ശേഷം മഹാനവറുകൾ 23 കൊല്ലത്തോളം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായി തുല്യതയില്ലാത്ത സേവനം ചെയ്തു. ആ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറുല്ലാഹു മർഖദുഹു അവർ ഈ നാദാപുരത്ത് വന്ന് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവറുകളുടെ അടുക്കൽ നിന്ന് കിതാബ് ഓതി പഠിച്ച മഹാനാണ്. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ നാദാപുരവും പരിസരങ്ങളും. എന്നാൽ ഈ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവറുകൾ മേനക്കോത്തോറാണെങ്കിലോ പാറക്കടവിൽ അതേ അലി ഇബ്നു അഹ്മദുൽ ഹമദാനി എന്ന് പറയുന്ന ഹമദാനിൽ നിന്ന് വന്ന മഹാപണ്ഡിതനായിരുന്ന അഹമ്മദുൽ ഹമദാനി എന്നവരുടെ മകനായ കുട്ടിയാലി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട അലി ഷെയ്ഖ് അലി എന്ന് പറയുന്ന മഹാൻ, അവരുടെ അടുക്കൽ വെച്ച് കിതാബ് ഓതി പഠിച്ച ആളാണ്. ഇവിടെ ഉണ്ടായിരുന്ന മേനക്കോത്തൂർ എന്ന് പറയുന്നവർ. ഈ പാറക്കടവും നാദാപുരവും അതിന് വലിയ ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് പാറക്കടവ് വലിയ ഖാദി അവറുകളും ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളും തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളും ഒക്കെ ഈ നാദാപുരത്തിൻ്റെയും പരിസരങ്ങളുടെയും ആത്മീയ ചൈതന്യമായി നിലനിൽക്കുന്ന കാലത്ത് സുഹൃത്തുക്കളെ കുറ്റ്യാടിയിൽ സുന്നത്ത് ജമാഅത്തിനെതിരായ ചില ശബ്ദങ്ങൾ ഉയർന്നപ്പോൾ അതിനെതിരെ ശക്തമായി പോരാടി സമൂഹത്തിന് സുന്നത്ത് ജമാഅത്താണ് ശരി എന്ന് പഠിപ്പിക്കുന്ന ഡ്യൂട്ടി നിർവഹിച്ചത് ആ മഹാന്മാരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിന്തുടർന്നുകൊണ്ട് അതേ പാതയിൽ ജീവിച്ച് മരിക്കാൻ നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ നമ്മുടെ പരിപാടിയുടെ വളണ്ടിയർമാരായി സജീവമായി സേവനം ചെയ്ത നൂറുള്ള സഖാഫിയുടെ ഉമ്മാമ അല്പം മുമ്പ് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അള്ളാഹു അവരെ ഖബറിൽ സന്തോഷം നൽകട്ടെ. നമ്മുടെ ദാറുൽ ഹുദയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഇന്നലെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി സഖാഫി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിലും സന്തോഷം നൽകട്ടെ. നമ്മുടെ ഈ പരിസരങ്ങളിൽ നിന്ന് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ നമ്മുടെ കൂടെ നിന്നിരുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ടി.കെ. സൂഫി ഹാജിയും അതേപോലെ എരോത്ത് ബോക്കർ ഹാജിയും അതേപോലെ തന്നെ കെ.ടി.കെ. അഹമ്മദ് ഹാജിയും അതുപോലെ നമ്മുടെ ചെറിയ വളപ്പിൽ അബ്ദുള്ള ഹാജിയും അങ്ങനെ തുടങ്ങി നമ്മുടെ കൂടെ സധൈര്യം പ്രവർത്തിച്ചവരും, കടോളി കുഞ്ഞബ്ദുള്ള ഹാജിയെപ്പോലെ കുഞ്ഞാലി മുസ്ലിയാരെ പോലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് സഹായിച്ചവരും ഞങ്ങളെ ശക്തിപ്പെടുത്തിയവരും, ഈ കല്ലാച്ചിയിൽ നമ്മുടെ തൈവച്ച റബ്ബത്ത് അഹമ്മദ് ഹാജി അടക്കം ഇതിൻ്റെ പരിസരങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ബഹുമാനപ്പെട്ട എം.ടി. സൂഫി ഹാജി അടക്കം സിറാജുൽ ഹുദയിൽ ആദ്യമായി ഒരു ഉപകരണം വാങ്ങിത്തന്നത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ തുടങ്ങി ആദ്യമായി ബസ് വാങ്ങിത്തന്നത് ബഹുമാനപ്പെട്ട കടോളി അബ്ദുള്ള ഹാജിയാണ്. അങ്ങനെ നമ്മുടെ കൂടെ നിന്ന ഒരുപാട് ആളുകൾ, ഇപ്പോൾ പേര് പറഞ്ഞാൽ തീരൂല. എനിക്ക് സിറാജുൽ ഹുദയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനത്തിലും എൻ്റെ കൂടെ നിന്നിരുന്ന കെ.വി. കുഞ്ഞബ്ദുള്ള ഹാജി പേരോട്, എ.ടി. അബ്ദുറഹ്മാൻ ഹാജിയുടെ കൂടെ മരണപ്പെട്ടു പോയ അഹമ്മദ് ഹാജി, അതേപോലെ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ വിഷയത്തിലും മുന്നിലുണ്ടായിരുന്ന നമ്മുടെ ചിയൂർ അബ്ദുള്ള മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ പറഞ്ഞാലുണ്ടോ പേര് തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും പണ്ഡിതന്മാരും സാധാരണക്കാരും ബിസിനസ്സുകാരും അല്ലാത്തവരും, അള്ളാഹുവെ എല്ലാവരുടെയും മരിച്ചവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഏതെല്ലാം ബിസിനസ്സുകാർ ഞങ്ങളെ കൂടെ സഹായിച്ചവർ മരിച്ചു പോയിട്ടുണ്ട്,
എടക്കലപ്പുറം അബൂബക്കർ ഹാജി എനിക്ക് ഓർമ്മ വരുന്നു. നമ്മളുടെ പള്ളിയുടെ സ്ഥലമെടുത്തപ്പോൾ 1 ലക്ഷം തന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അതുപോലെ സഹായിച്ച പലരുമുണ്ടായിരുന്നു. അങ്ങകലെ തൃശ്ശൂർ ജില്ലയിലെ അബ്ബാസ് ഹാജി വലിയ സംഖ്യ സഹായിച്ചിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ളവരും മറ്റു പല രാജ്യങ്ങളിലുള്ളവരും എത്രയോ സഹായങ്ങൾ നൽകിയിട്ടാണ് നമ്മളുടെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും എല്ലാം നടന്നത്. നമ്മുടെ കൂടെ തുടക്കം മുതലേ ഉണ്ടായിരുന്ന സിറാജുൽ ഹുദയുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന നമ്മുടെ PC അബ്ദുള്ള ഹാജി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ, അദ്ദേഹത്തിൻ്റെ അളിയൻ TN കുഞ്ഞബ്ദുള്ള ഹാജി ഇന്നും സജീവമായി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ സദഖ ഫണ്ടിലേക്ക് 1 ലക്ഷം ഉറുപ്പിക സംഭാവന പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ അതുപോലെ എല്ലാ ജില്ലകളിലും വെച്ചും പറയുന്നവരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 1 കോടി 4 ദിവസം കൊണ്ട് പിരിച്ചുണ്ടാക്കണമെന്ന് എന്നോട് ഏൽപ്പിച്ചു. അൽഹംദുലില്ലാഹ് പോയി. സംഭവം 1 കോടിയുടെ മേലെ അള്ളാഹു തആല തന്നു. അതിന് 10 ലക്ഷം തന്നവരുണ്ട്, 5 ലക്ഷം തന്നവരുണ്ട്, 2-3 ഒക്കെ തന്നവരുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒരു തുടക്കം മാത്രം പറഞ്ഞതാണ്, എല്ലാവരും കൊടുക്കണം. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഫണ്ട് അത് വിജയിപ്പിക്കാൻ എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അതേ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ 1 ലക്ഷം കൊടുത്തു. MA ഉസ്താദ് ഇല്ലാത്തതുകൊണ്ട് മകൻ 1 ലക്ഷം കൊടുത്തു. അതേപോലെ തന്നെ അതേ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിൻ്റെ മകൻ 1 ലക്ഷം കൊടുത്തു. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ കൂടെയുള്ളവരൊക്കെ കൊടുത്തു. ഇനി എല്ലാവരും കൊടുക്കാത്ത ആരുമില്ല. ഞാനൊക്കെ പണ്ടങ്ങാൻ കൊടുത്തിന്, നിങ്ങൾ കൊടുത്തോന്നൊരു ചോദ്യം നാട്ടുകാരും ചോദിക്കണ്ട. അതുകൊണ്ട് എല്ലാവരും 1 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ ആയിട്ട് എല്ലാവരും കൊടുത്ത് നമ്മുടെ ഫണ്ട് വിജയിപ്പിക്കണം. അതാണ് അടുത്ത നമ്മളെ ഡ്യൂട്ടി എന്നുകൂടി ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, ഞാൻ ഇന്നലെ രാത്രി ഏകദേശം 12 മണി സമയത്ത് ഇവിടെ ഈ ഗ്രൗണ്ട് സന്ദർശിച്ചപ്പോഴും അതിൻ്റെ തലേ ദിവസം സന്ദർശിച്ചപ്പോഴുമൊക്കെ ഇവിടെ നിന്നിങ്ങനെ വല്ലാതെ സൗണ്ടൊക്കെ പോയിട്ട് നമ്മൾ റാഷിദ് ബുഖാരിയും ഇസ്മായിൽ സഖാഫിയും മുനീർ സഖാഫിയും അവരൊക്കെ ഇങ്ങനെ വല്ലാതെ ഓടി നടക്കുകയാണ്. നമ്മുടെ റിയാസ് അടക്കം, നമ്മുടെ CR അടക്കം പലരും ഇവിടെ അതിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകിക്കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഭാവിയിലും നമ്മുടെ ദീനിൻ്റെ പ്രവർത്തനം, സംഘടനയുടെ പ്രവർത്തനം, പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം അത് ഏറ്റെടുത്ത് നടത്താനുള്ള യുവാക്കൾ നമുക്കുണ്ടാകണം. ആ യുവാക്കൾ സജീവമാകണം. അവർക്ക് എല്ലാ പ്രചോദനവും നമ്മുടെ ഉമറാക്കളും ഉലമാക്കളും പ്രവർത്തകരും എല്ലാവരും നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. നേരത്തെ നാദാപുരം ടൗണിൽ നമ്മളെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ആദ്യമായി യോഗം ചേർന്നത് മമ്മുഹാജിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോഴും നമ്മുടെ കൂടെ സജീവമായി ഉണ്ട്. അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ അപ്പുറം എത്രയോ മമ്മുഹാജിമാരെ വേറെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതേപോലെയുള്ള എല്ലാവരുടെയും പ്രവർത്തനമാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ അൽഹംദുലില്ലാഹ് സാധിച്ചത്. ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിച്ചവരുണ്ടാവും, നമ്മൾ തെറ്റിദ്ധരിച്ചവരുണ്ടാവും. അള്ളാഹു നമുക്കും പുറത്തു തരട്ടെ, അവർക്കും പുറത്തു കൊടുക്കട്ടെ. അതൊന്നും ഇങ്ങനെ ഓർമ്മിച്ച് പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെ ഓർമ്മിച്ച് നടക്കാൻ പാടില്ല. മറിച്ച് ഇനിയങ്ങോട്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീമിനായ റബ്ബേ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഖൽബിലൊക്കെ 100 ഉദ്ദേശങ്ങളുണ്ട്. പലതും ഞങ്ങൾക്ക് ക്ലിയറായി കിട്ടേണ്ടതുണ്ട്, സർക്കാരിൽ നിന്ന് ശരിയായി കിട്ടേണ്ടതുണ്ട്, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ക്ലിയറായി കിട്ടേണ്ടതുണ്ട്, പല കടലാസുകളും ശരിയാകേണ്ടതുണ്ട്. എല്ലാം നീ തന്നെ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം റഹ്മാനേ. തങ്ങളവറുകൾ അതിനെല്ലാറ്റിനു വേണ്ടിയും നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും നമ്മുടെ കുഞ്ഞബ്ദുൽ മുസ്ലിയാരെ ഇസ്മായിലിനെ കാണുമ്പോൾ ഓർമ്മ വരികയാണ്. ഈ അടുത്ത് മരിച്ചുപോയ ഫിർദൗസ് അബ്ദുൽ ഹാജിയെ ഓർമ്മ വരികയാണ്. അങ്ങനെ എത്ര ആളുകൾ അല്ലാഹു അവരെല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. തങ്ങളവറുകൾ ദുആ ചെയ്യും. ദുആ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നന്ദിയോടുകൂടി നമുക്ക് പിരിയാം. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ